ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. ഇന്ന് ഒരു പ്രത്യേക മുദ്രയാണ് പറഞ്ഞു തരുന്നത്. പൂഷൻ മുദ്ര എന്ന് പറയും. സാധാരണ നമ്മൾ മുദ്രകൾ ചെയ്യുമ്പോൾ രണ്ട് കൈയിലും ഒരേപോലെയാണല്ലോ മുദ്ര പിടിക്കാറ്. ഒരേ മുദ്ര തന്നെ രണ്ട് കൈയിലും പിടിക്കും. പൂഷൻ മുദ്രയിൽ രണ്ട് കൈയിലും വേറെ വേറെ മുദ്രയാണ് പിടിക്കുന്നത്. പൂഷൻ മുദ്ര, ആ വേടിൻ്റെ അർത്ഥം പൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. അത് പരിപോഷിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥമാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് എല്ലാ ടൈപ്പ് സോഴ്സ് ഓഫ് എനർജിയും നമ്മുടെ ശരീരത്തിൽ അത് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് ശരീരത്തിൻ്റെ പോഷണം നടത്താൻ സഹായിക്കുന്ന ഒരു മുദ്രയാണ് പൂഷൻ മുദ്ര. ഇത് നമ്മുടെ സൂര്യഭഗവാനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. കാരണം സൂര്യൻ ആണല്ലോ എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ സൺലൈറ്റ് എനർജി തന്ന് പരിപോഷിപ്പിക്കുന്നത്. അപ്പം ആ ആവശ്യമായ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലെത്തി അതിൻ്റെ നല്ല ഒരു രീതി അസിമിലേഷൻ ഒക്കെ നടന്ന് അത് നമ്മുടെ ആരോഗ്യത്തിന് ഹിതകരമായ രീതിയിൽ നമ്മുടെ ശരീരം യൂസ് ചെയ്ത് പിന്നെ നമ്മൾ അത് നന്നായിട്ട് ദഹിച്ച് വിസർജനം നടക്കണം. അപ്പം ഒരു കയ്യിൽ ഈ ഇൻടേക്ക് ഓഫ് ഫുഡ് ആൻഡ് പോഷണം നടക്കാൻ സഹായിക്കുന്ന വ്യാൻ മുദ്ര, പിന്നെ മറ്റേ കയ്യിൽ അപാന മുദ്ര, അതായത് വിസർജനം നല്ല രീതിയിൽ നടക്കാനുള്ള അപാന മുദ്രയുമാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. മുദ്രാശാസ്ത്രം പറഞ്ഞിട്ടുള്ളതാണ്. മുദ്രാശാസ്ത്രം പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ നമ്മുടെ കയ്യിലെ വിരലുകൾ ഓരോന്നും പഞ്ചഭൂതത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഈ പഞ്ചഭൂതങ്ങളുടെ അനുപാതം നമ്മുടെ ശരീരത്തിൽ ശരിയാതെ വരുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് മുദ്രാ സയൻസ് പറയുന്നത്. അപ്പം ഈ അനുപാതം ശരിയാകാൻ വേണ്ടിയാണ് നമ്മൾ പല ടൈപ്പ് മുദ്രകൾ അനുഷ്ഠിക്കുന്നത്. കൈ കൊണ്ടുള്ള മുദ്രകളുണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന മുദ്രകളുണ്ട്, കണ്ണുകൾ കൊണ്ട് ചെയ്യുന്ന മുദ്രകളുണ്ട്. അങ്ങനെ ഈ പൂഷൻ മുദ്ര എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ജസ്റ്ററാണ്, അതായത് ഹസ്തമുദ്രയാണ്. മുദ്രകൾ അനുഷ്ഠിക്കേണ്ടത് എല്ലാ ദിവസവും ചെയ്യണം. അതുപോലെ എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ നമ്മുടെ യോഗ ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം ഈ മുദ്രകളും കൂടെ അനുഷ്ഠിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പം ഒരു 15-20 മിനിറ്റേലും മുദ്ര നമ്മൾ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് പൂഷൻ മുദ്ര ചെയ്യുന്നതെന്ന് പറയാം. നമ്മുടെ വലത് കൈയിൽ വിരലുകൾ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും അതുപോലെ മിഡിൽ ഫിംഗറും കൂടെ ടിപ്പുകൾ തമ്മിൽ തമ്പിനോട് യോജിപ്പിക്കുക. മറ്റേ ചെറുവിരലും മോതിര വിരലും ഫ്രീ ആയിട്ട് നിൽക്കുക. മനസ്സിലായില്ലേ? ഇതാണ് വ്യാൻ മുദ്ര. ഇതിങ്ങനെ പിടിച്ച് നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെയാണല്ലോ മുദ്ര ചെയ്യുന്നത്. ചെയറിൽ ഇരുന്നിട്ട് ചെയ്യാം, നിവർന്നിരുന്ന് ചെയ്യുക. അപ്പം ഇത് നമ്മുടെ കാൽമുട്ടിൽ മടിയിൽ ഇങ്ങനെ ഈ മുദ്ര ഇങ്ങനെ ചെയ്യുക. മറ്റേ കയ്യിൽ അപാന മുദ്ര എന്ന് പറയുമ്പോൾ മിഡിൽ ഫിംഗറും റിംഗ് ഫിംഗറും ടിപ്പുകൾ തമ്മിൽ നമ്മുടെ തള്ളവിരലിൻ്റെ ടിപ്പുമായിട്ട് യോജിപ്പിക്കുക. ചെറുവിരലും ഇൻഡെക്സ് ഫിംഗറും ഉയർന്നു നിൽക്കും. മനസ്സിലായില്ലേ? ഈ കയ്യിൽ വ്യാൻ മുദ്ര, ഇവിടെ അപാന മുദ്ര. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടിയിൽ കൈ വെച്ചിട്ട് ചെയറിലോ അല്ലെങ്കിൽ നിലത്ത് മാറ്റിലിരുന്ന് ഇങ്ങനെ ചെയ്യുക. മനസ്സിലാക്കാമല്ലോ? അപ്പം ഇത് അപാന മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വിസർജനം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയാണ്. വ്യാൻ മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പോഷണം നല്ല രീതിയിൽ ഫുഡൊക്കെ അസിമിലേഷൻ നടക്കാൻ വേണ്ടിയുള്ള ഒരു മുദ്രയാണ്. അപ്പം ഇത് രണ്ടും കൂടെ ചേരുന്ന മുദ്രയാണ് പൂഷൻ മുദ്ര. അപ്പം അതിൻ്റെ പ്രയോജനം ഇതിൽ നിന്ന് തന്നെ അറിയാം. നല്ല ദഹനം, ഗ്യാസോ അസിഡിറ്റി അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകില്ല, വോമിറ്റിങ് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകില്ല. അത് നല്ല രീതിയിൽ ദഹിക്കും. അപ്പം മലബന്ധമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നല്ല രീതിയിൽ വിസർജനം നടക്കും. അതുതന്നെ നമുക്ക് നല്ല ഒരു ആരോഗ്യം പ്രദാനം ചെയ്യും. അതായത് എല്ലാ രോഗങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുമെന്നാണ് ഈ പൂഷൻ മുദ്രയെക്കുറിച്ച് പറയുന്നത്. ക്യൂർ ഫോർ ഓൾ എന്ന് പറയും. അപ്പം ഈ മുദ്ര ഡെയിലി ചെയ്യുന്നത് വഴി നമുക്ക് നല്ല ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. നമ്മളുടെ ശാരീരികമായ ആരോഗ്യം വർദ്ധിക്കും. നന്നായിട്ട് പോഷണം ലഭിക്കുന്നു, വിസർജനം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഉറക്കം ലഭിക്കും. അതുപോലെ നല്ല മെമ്മറി പവറും കോൺസെൻട്രേഷനും കൂടാനും ഈ മുദ്ര സഹായിക്കും. ഓക്കെ, ഇതുപോലെ പ്രയോജനമുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. Till then.